എത്ര ഷോട്ടാണ്? ഇത് 30 ഷോട്ടിന് നല്ല ക്വാളിറ്റി സാധനമാണ്. സ്പിന്നർ, കളർ സ്പിന്നർ ഇതാ. ഇതൊക്കെ ഫംഗ്ഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഡിജൽ തന്നെയാണെങ്കിലും കളറായിരിക്കും. അതിത് ഒരിക്കൽ പോലും പൊട്ടൊന്നുമില്ല. നമുക്ക് അത് കാണുമ്പോൾ തോന്നും ഇത് നല്ല രസമുണ്ടാവും. പൊട്ടിച്ച് കഴിഞ്ഞാൽ പേപ്പർ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. 12 രൂപ അല്ലേ? പൂവാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ താഴത്തേക്ക് വീഴുന്നത് ചക്രമായിട്ട് മാറും. എന്നുവെച്ചാൽ ഇതാ ഇതുപോലെ ചക്രമായിട്ട് മാറും. എല്ലാം ഇതേ പാക്കിംഗ് ആയി. വലുതാണെങ്കിൽ ചുറ്റിനും ഇതുപോലുള്ള പാക്കിംഗ് ആയി. ഞാനിപ്പോൾ നമ്മൾ രാമനാഥൻ്റെ ചാണിക്യം പണിതൊക്കെ ഇഷ്ടമാണ്. ഇവിടെ അത്യാവശ്യം പെരുന്നാൾ വിഷു കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല വെല്ലുവിളികളാണ് സാധനം കൊടുക്കുന്നത്. എല്ലാ ദിവസവും അത്യാവശ്യം ഗ്രൗണ്ടും കാര്യങ്ങളുള്ള ഷോപ്പാണ്. ഇവരുള്ള വിലയും കാര്യങ്ങളും പുതിയ ഐറ്റംസ് കുറേ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏകദേശം പുതിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഡീറ്റെയിൽ വീഡിയോ ചെയ്ത് കേട്ടോ. ഞാനും ഷോപ്പിനുള്ളിൽ ഇറങ്ങാൻ പോയാൽ എൻ്റെ ബാക്കിൽ കാണാത്ത ഷോ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ അപ്പോൾ എന്തൊക്കെയാണ് അവിടെ എത്ര കൊല്ലം സ്ഥാപനം? നമ്മളിപ്പോൾ 9ാമത്തെ വർഷത്തിലേക്ക് വരികയാണ്. 9ാമത്തെ കാണിക്കാൻ വർഷമായി. നമ്മൾ വളരെയധികം ഇവിടെ സപ്പോർട്ട് കാര്യങ്ങളുണ്ടാകും. എല്ലാ ബ്രാൻഡിൻ്റെ സാധനങ്ങളും അർപ്പിച്ച വിലക്കുറവിൽ തന്നെ വളരെ ഈ പ്രാവശ്യം കുറേ പുതിയ മോഡൽസ് കുറേ മോഡൽസ് പുതിയ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചല്ലോ ഡീറ്റെയിലൊക്കെ. ബാറ്ററി ഫുള്ളും കാണില്ലേ? ഫുള്ള് പുതിയ ഐറ്റംസ് സാധനങ്ങളാണ്. ഇതിപ്പോൾ മറ്റേ കമ്പിത്തിരി ഉണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്ത് 10 രൂപ മുതൽ നമ്മൾ കമ്പിത്തിരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ 7 CM കമ്പിത്തിരി നമ്മൾ 10 രൂപ മുതൽ കഴിച്ചു. പിന്നെ അതിൻ്റെ പോലെ തന്നെ ഏറ്റവും വലിയ ഐറ്റംസ് ആയിട്ടുള്ള 30 CM അതുപോലെ ഇത് ആണ് 30 CM. 30 ഓക്കെ. ഇത് 30. ഇതിനെങ്ങനെയാണ് ഒരു പീസിൻ്റെ 70 രൂപയാണ്. 70 രൂപ ഗ്രീൻ കളർ സാധനം. അപ്പോൾ അതുപോലെ തന്നെ അതിൽ തന്നെ പല ബ്രാൻഡഡ് സാധനമുണ്ട്. അതിൽ തന്നെ പല ഐറ്റംസ് ഇലക്ട്രിക് അതുപോലെ കുറേ ബ്രാൻഡ് ഉണ്ട്, കളറുണ്ട്. പിന്നെ ഇതൊക്കെ എത്ര വരുന്നത്? ഇതിനൊക്കെ 30 രൂപ ആണ് വരുന്നത്. 30 രൂപ ഒരു പെട്ടിക്ക് 30 രൂപ കിട്ടാൻ വരുന്നത്. പിന്നെ കമ്പിത്തിരി ഐറ്റംസിൽ അങ്ങനെ ഒരുപടി സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ പുതിയ ഐറ്റംസ് എന്ന് പറയുന്ന രീതിയിലുള്ള വന്ന കുറേ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഫ്ലവറിലാണ്. ഫ്ലവർ ടൈപ്പിലുണ്ട്. ഈ ഫ്ലവറിൽ ഇത് നമ്മൾ ഇങ്ങനത്തെ കുറേ ഐറ്റംസുകൾ. ഇതെന്താ സംഭവം പറഞ്ഞാൽ ഇത് നല്ല ഫ്ലവർ പോട്ടാണ്. ഫ്ലവർ പോട്ട് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കൽ പോലും പൊട്ടൊന്നുമില്ല. നമുക്ക് അത് കാണുമ്പോൾ തോന്നും ഇത് പൊട്ടുന്നതാണോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയം തോന്നും. പക്ഷെ 100% ഇതിന് ഗ്യാരണ്ടിയാണ്, ഇത് പൊട്ടൂല. ഇത് ഉത്സവ പറമ്പിലൊക്കെ ഇപ്പോൾ വളരെ ഇതായിട്ട് കൊണ്ടുവന്ന സാധനം. ഇതിന്റെ പല റൈറ്റ് ഇത് ഒരു പീസ് 50 രൂപ വെച്ചിട്ട് ഉള്ള രീതിയിലുള്ളതാണ്. ഇതിന്റെ പല വലിപ്പത്തിലും ഇത് ഉണ്ട്, പല സൈസിലുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ അങ്ങനെയല്ല, അത് പെൻസിലാണ്. ഇത് പെൻസിലല്ലേ? അത് പെൻസിലാണ്. ഇതാ ഇതിങ്ങനെ 5 ഉണ്ടാവും ഒരു ബോക്സിൽ. ഇത് 600 രൂപ. പല കളർ വരുമ്പോൾ 600 രൂപ, 500 രൂപ. പല കളറാണ്, പല കളറായിട്ടുള്ള മൾട്ടി കളർ സാധനമാണ്. മൾട്ടി കളറാണ്. ഇതിന്റെ വേറെ ടൈപ്പാണിത്. ഇങ്ങനെ കണ്ടില്ലേ ഈ ടൈപ്പുകൾ. ഇത് 5 ഉണ്ടാവും. അതൊന്ന് എടുത്തതാണ്. വളരെ ഇതായിട്ടുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ ഉണ്ടാവും. ഒന്നിന് 100 രൂപ വെച്ച് വരുന്ന രീതിയിൽ 500 രൂപയാണ് ബോക്സ്. അതിന്റെ കളർ എന്തെങ്കിലും അതിന്റെ നല്ല മൾട്ടി കളർ സാധനം, പല കളറായിട്ടുണ്ടാവും. പിന്നെ സാധാരണതായിട്ടുള്ള മേശപ്പൂക്കളുടെ ഐറ്റംസ്, ചെറിയ മുകളിലൊക്കെ വെച്ചതിൽ വാലകളാണ്. 1000 വാല, 2000 വാല അങ്ങനെയുള്ള വാലകളാണ്. പല കമ്പനിയുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഇത് 10,000 ആണ്, 10,000 ആണ്. ഇത് റോൾസ് റോയ്സ് എന്നൊക്കെ പറഞ്ഞ നല്ല കമ്പനിയാണ്, നല്ല സാധനമാണ്. അതിന്റെയൊക്കെ റേറ്റ് 3,400 രൂപയോ. ഇത് റോൾസ് റോയ്സിന് ഇതിന് വില കുറവാണ്. ഇത് ഹാഫ് കൗണ്ടിങ് ആണ്. ഇതിന് ഒരു 3 രൂപ റേഞ്ചിലാണ്. ഇതിനൊക്കെ വന്ന വില 2,500 രൂപ വരും. ഇത് 2,500, ഇത് 3,000 ആ റേഞ്ച് ആക്കിയിട്ടായിരുന്നു. 10,000 ആണ് കേട്ടോ.
പിന്നെ 5000 ആണിത്. 5000 ആണ്. 5000-ന് വരും. അതിന് അതുപോലെ തന്നെ ഒരു 1600 റേഞ്ചിലാണ്. പിന്നെ അടിയിലൊക്കെ എന്താ വരുന്നത്? ഇതിലൊക്കെ കമ്പിത്തിരിയിലുള്ള ഐറ്റംസുകളാണ്. കമ്പിത്തിരിന്റെ പല മോഡൽസിൽ പല മോഡലുള്ള കമ്പിത്തിരിന്റെ ഐറ്റംസുകളാണ് അതിൽ വരുന്നത്. പിന്നെ ഇതില് അതൊക്കെ മേശപ്പൂവിൽ വരുന്ന ഫ്ലവറിലുള്ള ആ മോൺസ് ഒക്കെ അല്ലേ, മോൺസാർ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഫ്ലവറാണ്. വലിയ അത് വലിയ 10 എണ്ണം വരുന്ന വലിയ ബോക്സാണ്. ഇത് അയ്യന്റെ ചക്രം, നല്ല അടിപൊളി ചക്രമാണ് ഇതൊക്കെ. മറ്റേ അത് വേറെ ഇത് ഗ്രൗണ്ട് ചക്ര അൾട്രാ സ്പെഷ്യൽ എന്ന് പറയുന്ന സാധനം. ബ്രാൻഡിൽ കുറേ ഐറ്റം ചക്രങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനമാണ്. സ്പിന്നർ, കളർ സ്പിന്നർ വനിത, ബ്രാൻഡഡ് സാധനമാണ്. റേറ്റ് ഒക്കെ ഇതൊക്കെ ഇതിന് 250 റുപ്യ, 220 റുപ്യക്ക് വരുന്ന റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സൗണ്ട് ഉണ്ടാക്കി കൂട്ട് താവുന്ന തരത്തിൽ പിരിപിരി എന്ന് പറയാ. നിങ്ങൾ പറഞ്ഞ ചർവറല്ലേ, അതിന്റെ ഒരു വെറൈറ്റിയാണ്. എത്ര പീസ് ഉണ്ടോ? ഇത് 5 പീസ് ഉണ്ടാവും. 5 പീസ് ഇതൊക്കെ ഒരു 300 റുപ്യ കൊടുക്കും. നല്ല രസന അത്യാവശ്യം സ്റ്റാൻഡേർഡ് സാധനം അതല്ലേ. അത്യാവശ്യം വലിപ്പമുള്ള സാധനം. ഇതൊരു 400 റുപ്യ വരുള്ളൂ. 5 പീസ് അല്ലേ. പിന്നെ ഈ ഫ്ലവർ തൊട്ട വേറെ ഐറ്റംസ് ആണ് ഈ മനോരഞ്ജൻ എന്ന് പറയുന്ന സാധനം. ഇതാണ് സാധനം. ഇത് ഇതുപോലത്തെ 4 എണ്ണയിലുണ്ടാവും. ഇത് 300 റുപ്യ. മനോരഞ്ജൻ ഇതുപോലെയുള്ള സാധനമാണ്. ഇതാണ് സാധനം. ഇതിന്റെ പ്രത്യേകത എന്താ? മുകളിൽ ഫ്ലവറിൽ വേറെ വെറൈറ്റിയാണ്. ഫ്ലവറിൽ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതെങ്ങനെയാ നമ്മളെ പ്രൈസ് വരുന്നത്? 300 റുപ്യ, 350 റുപ്യ റേഞ്ചിൽ വരുന്ന സാധനമാണ്. ഒരു പീസിനാ? 4 പീസ് കിട്ടോ? 4 പീസ് അങ്ങനെയല്ല. ബോക്സിനൊരു 350 രൂപ കൊടുക്കാൻ പറ്റും. ഒരു 350 രൂപ കൊടുക്കാം. പിന്നെ ഈ ചക്രത്തിൽ തന്നെയുള്ള വേറെ കമ്പനിൻ്റെ ഒരു സാധനമാണ് കേട്ടോ, സ്പിന്നർ. ഇത് കാളിസ് ജോക്കർ ബ്രാൻഡ്. നല്ല ഇതിലെത്ര പീസ് ഉണ്ടോ? ഇതിലും 10 പീസ്. 10 പീസ് ഉണ്ടല്ലേ. എത്ര പറഞ്ഞ അപ്പോൾ? ഇത് 200 റുപ്യ, 200 ആ റേഞ്ചിലുള്ള. പിന്നെ വനിതയിൽ തന്നെ സ്പിന്നർ കുറേ മോഡൽ സാധനങ്ങളുണ്ട്. കുറേ ചക്രത്തിൽ തന്നെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ വലുപ്പത്തിൽ തന്നെയാണ് ഇതിന്റെ കുറച്ചും കൂടി വലുത്. ഉള്ളിലുള്ള സാധനം നല്ല വലുത് തന്നെ കേട്ടോ. വലുതാണ് വനിത. ഇതൊരു 300 റുപ്യ റേഞ്ചിലുള്ള സാധനമാണ്. 250-300. എല്ലാ ബോക്സിലും 10 പീസ് ഉണ്ട്. 10 പീസ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. പിന്നെ ചക്രത്തിലൊക്കെ ഇത് മേശപ്പ് അതേമാതിരി തന്നെ സ്പെഷ്യൽ ഫ്ലവർ കോട്ട് സ്പെഷ്യൽ എന്ന് പറയും. എത്ര പീസ്? ഇതൊരു 130 റുപ്യൻ്റെ സാധനം. 130 റുപ്യ. 5-6 പീസ് ഉണ്ടാവില്ലേ? എല്ലാം 10 പീസ്. 10 പീസ് എല്ലാം 10 പീസ് ഉണ്ടാവുക. സാധനം ഇതൊക്കെ 10 പീസ് ഉണ്ടാവും. 10 പീസ്. അതിന് മുകളിലുള്ള ഡ്രാഗൺ അതിന്റെ വില അയ്യന്റെ ഒരു സ്റ്റാർ ആണ്. 12 സ്റ്റാർ. ഇത് സ്കൈ ഷോട്ടാ. 30 എണ്ണത്തിന്റെ സ്കൈ ഷോട്ടാ. 30 ഷോട്ടിന്റെ അല്ലേ. അത് നല്ല അടിപൊളി സാധനം. മൾട്ടി കളർ. അത് നമ്മൾ 600 റുപ്യാണ് നമ്മളെ പ്രൈസ്. അതിൽ തന്നെ കുറേ സാധനം വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. ഇവിടെയൊക്കെ വേറെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ അതിന്റെ 12 സ്റ്റാർ അയ്യന്റെ ഒരു വേറെ, അത് മേലെ പോയി പൊട്ടുന്ന ഒരു അത് വേറെ ടൈപ്പ് സാധനമാണ്. അതിന്റെ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ ഉള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ കുറേ ഒറ്റപ്പടകത്തിൽ കുറേ കമ്പനികൾ ഉണ്ട്. നമ്മൾ വിജിലിയാണിത്. ഇത് ഒരു 12 റുപ്യ റേഞ്ച് മുതൽ 12 റുപ്യ അല്ലേ. പിന്നെ ഇതാ അത് 30 റുപ്യ. ഇതൊക്കെ 30 രൂപയുടെയാണ്. ഇത് 30 രൂപയുടെ കേട്ടോ. ഓരോ പാക്കറ്റ് 30 രൂപ. ഇത് 30 അല്ലേ. ഓക്കെ. എല്ലാത്തിനും 100 പീസസ് അല്ലായിരുന്നു. 100 ഉണ്ട്. ഇത് വനിത ബ്രാൻഡഡ് കമ്പനിയുടെ സാധനമാണ്. വനിത വിജിലി പെട്ടതാട്ടോ അതിൻ്റെ. അതുപോലെ തന്നെ ഇതാ വനിതേൻ്റെ കുറേ മറ്റ് സാധനങ്ങളാണ്. വനിതയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റി സാധനം. ഇത് ചോദിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് ഈ ബ്രാൻഡഡ് സാധനം ഓരോ സാധനത്തിനൊക്കെ ഇതൊക്കെ ക്വാളിറ്റി നിലനിർത്തും. കണ്ടില്ലേ, അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. ഇതൊരു 120 റുപ്യ 120 രൂപയ്ക്കൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ പെൻസിലിൻ്റെ ഐറ്റംസ് ഉണ്ട്. പെൻസില് ഇത് എത്ര എത്ര ഇതിൽ 5 പീസ് ഉണ്ടാവും. 5 പീസ് അല്ലേ. എത്ര 5 പീസുള്ള പെൻസിലിൻ്റെ ഉണ്ട്.
പിന്നെ നമ്മളിതിൻ്റെ വേറെ ഇത് 2 പീസാണ് ഉണ്ടാവുക. ആ ഇതൊരു 150 റുപ്യയുടെ ബോക്സ്, ഇത് 200 റുപ്യയുടെ നല്ല സാധനമാണ്. ഇതൊക്കെ നല്ല അത്യാവശ്യം ടൈമിങ് കിട്ടുന്ന രീതിയിലുള്ള അത്യാവശ്യം കുറേ നേരം കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം. ഈ സ്റ്റാർ അങ്ങനെ വരുന്ന രീതിയിലുള്ള അതേ സ്പാർക്ക് ടൈപ്പ് കിട്ടും. ആ ഫോട്ടോയിലാണ് അതേമാതിരി തന്നെ. അതുപോലെ തന്നെ പിന്നെ ഇതെന്താ സംഭവം? ഇത് അത് തന്നെയാണ്. ഇത് റോക്കറ്റ് സൗണ്ടുള്ള നല്ല വാണെന്ന് പറയും. വിസിൽ വേണം. ഓക്കെ. എത്ര വരണം അപ്പോൾ? ഇത് 200 റുപ്യയുടെ റേഞ്ചിലുള്ള 200 രൂപ. ഇത് സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കാം? സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കൂല ഇവിടെ. ഞങ്ങളിവിടെ ഇത് പാക്കറ്റ് മാത്രം കൊടുക്കും. ഇത് ഒരു ബോക്സ്, ഓരോ ബോക്സായി. ഇത് 2 ബോക്സാണ്, ഒരു ബോക്സ് കൊടുക്കും. പിന്നെ ഇതൊരു പെൻസിലാണ്. ഇതൊരു 40 റുപ്യ റേഞ്ചിലുള്ള പെൻസിലാണ് കേട്ടോ. ഓക്കെ. 40 രൂപ പെൻസിൽ. പിന്നെ അതുപോലെ തന്നെ കയറ് ഐറ്റംസുകൾ, വേറെ കയർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് കയറാണ് സിംഗിൾ സ്റ്റാർ എന്ന് പറയുന്നത്. കയറിങ്ങനെ പിരിക്കയർ. പിന്നെ അതുപോലെ തന്നെ വനിതയിൽ ഉള്ള ഫ്ലവർ പോട്ടാണിത്. ചെറുതാണെങ്കിലും ഇത് അത്യാവശ്യം 150 റുപ്യ റേഞ്ചിൽ കൊടുക്കുന്ന ഉണ്ടല്ലേ. ഇത് ടൈം ഉണ്ടാവും, വലിപ്പം നോക്കണ്ട, നല്ല ടൈമിങ് കിട്ടും. സൈസ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ സാധനം ഉണ്ടാവും. അതിൽ ഒക്കത്തിലും ഇതിൻ്റെ വേറെ വെറൈറ്റി. അതിൻ്റെ ഒരു മേശപ്പ് തന്നെയാണിത്. വലിയ സൈസാണ്. അല്ല, ഇത് സൈസ് ആണെങ്കിൽ ടൈമിംഗ് ഉണ്ടാവും മറ്റേതിനെ അപേക്ഷിച്ചിട്ട്. ഇതിപ്പോൾ ഈ വലുപ്പത്തിലുള്ളത് തന്നെ, ഈ വലുപ്പത്തിലുള്ളതാണ്. പക്ഷെ ഇതിന് 130 റുപ്യ ആണെങ്കിൽ ഇത് 250 റുപ്യൻ്റെ വിലയാണ്. ഇത് വനിതേൻ്റെ ആയതുകൊണ്ട് തന്നെ, അതിന് ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഒരു നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സാധനം ഉണ്ടല്ലേ. ഇതുപോലെ അവരുടെ എല്ലാ ഫ്ലവറും ഇതേ പാക്കിംഗ് ആയിരിക്കും. വലുതാണെങ്കിൽ അനുസരിച്ചിട്ടും ഇതുപോലുള്ള പാക്കിംഗ് ആയിരിക്കും. 10 പീസ് അതിൽ 10 പീസ്. അപ്പോൾ അതിലങ്ങനെയൊക്കെയാണ്. പിന്നെ ആ ഭാഗത്ത് ഫുള്ള് സ്കൈ ഷോട്ടാ. അത് ഫുള്ള് സ്കൈ ഷോട്ടാണ്. ഇത് ഡാർഗൺ. പിന്നെ ഇത് അയ്യൻ്റെ 7 ഷോട്ട് എന്ന് പറയുന്ന സാധനം. 7 ഷോട്ട് 7 പൊട്ട് പൊട്ടും. ഇതെന്താകുമ്പോൾ ഇത് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഇത് അയ്യൻ്റെ റെൻറ്റിലുള്ള സാധനമാണ്. അയ്യൻ്റെ ഹെലികോപ്റ്റർ. അതാ ഇതിങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ എയറിൽ ഇങ്ങനെ തിരിയും. ഇത് കാണിച്ചില്ല. ഇത് കാണിച്ചില്ല. ഹെലികോപ്റ്ററിന്റെ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇത് കഴിഞ്ഞ കൊല്ലമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഇത് കഴിഞ്ഞല്ലുണ്ട്. ഇതിന് എത്ര ചോദിക്കണ? ഇത് 150 റുപ്യ. ഹെലികോപ്റ്റർ തന്നെയാണിത്. കണ്ടില്ലേ? ഇതിങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ കത്തിച്ചു കഴിഞ്ഞാല് ഇത് എയറില് കറങ്ങി മുകളിലോട്ട് പോലെ. ഇതൊക്കെ ഒരു ബോക്സ് തന്നെ അല്ലേ? ഇതൊരു ബോക്സ്. അതിൽ 5 പീസ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഗുണ്ടിൽ പെട്ട ഗുണ്ട് ഐറ്റംസ് ആണ്. ഗണ്ണുകളല്ലേ? ജോക്കറിന്റെ ബ്രാൻഡ് അല്ലേ? ജോക്കർ ബ്രാൻഡ്. എത്ര ബ്രാൻഡ് ഉണ്ട്? ഇത് കുറേ ബ്രാൻഡ് ഉണ്ട്. ഇത് അതുപോലെ ക്ലാസിക് എന്ന് പറയുന്ന ബോംബാണ്. ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാ? ഇത് 150 റുപ്യ. 150 രൂപ. അതോ? ഇതൊക്കെ 130 രൂപ. ഇത് ഫ്ലാഷ് എന്ന് പറയുന്നത് കളർ ഫ്ലാഷ് ആണ്. ഇതെങ്ങനെ ഉണ്ടാവും? ഫോട്ടോ എടുക്കുന്ന മാതിരി ഒരു ഫ്ലിക്കറിങ് മിന്നി കളിക്കും. നല്ല രസമാണ്. ഇത് വനിതയുടെ സാധനമാണ്. നല്ല ബ്രാൻഡഡ്. ഇതൊക്കെ 160 റുപ്യേൻ്റെ സാധനമാണ്. 160 റുപ്യ. സംഭവം ഇത് ഷോട്ട് 60ൻ്റെ ഷോട്ടാണ്. 60. ഇനി ഇതൊരു പേപ്പർ ഗുണ്ടാണ്. പേപ്പർ ഗുണ്ട് എന്ന് പറയും. പേപ്പർ ചതറും. പൊട്ടിച്ച് കഴിഞ്ഞ പേപ്പർ അല്ലേ? ഇതിങ്ങനെ ഉണ്ടാവും. ഉണ്ടോ? പേപ്പറാണിത്. ഇങ്ങനെ പേപ്പറിൽ പോയി ഇത് നല്ല രസമുണ്ടാവും. പൊട്ടിച്ച് കഴിഞ്ഞാൽ പേപ്പർ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതും അതിൻ്റെ ചെറുതാണ്. ഇത് 500 ഇത് 250 ആണ്. ഇതിന് എത്ര പറഞ്ഞു? ഇതിന് 130 റുപ്യ. ഇതിന് അതിന് 80 റുപ്യ.
അതിന് ചെറിയൊരു മിനി വേഷം കേട്ടോ. ഇനിയും ഇത് ഓക്കെ. പിന്നെ ഇതൊക്കെ പിന്നെ പാമ്പ് ഗുളികയിലുള്ള ഐറ്റംസുകൾ കേട്ടോ. ഇതൊക്കെ നമ്മളെ പാമ്പ് ഗുളിക. പിന്നെ ഇതൊക്കെ 7 ഷോട്ട് എടുത്ത് പിന്നെ അത് ഒക്കെ സിംഗിൾ സ്റ്റാർ എന്ന് പറയുന്ന ഐറ്റംസ് ആവും. അതൊക്കെ 7 ഷോട്ട് തന്നെയുള്ള വേറെ ഐറ്റംസുകളാണ്. പിന്നെ 100 വാല ഇത് 200 എണ്ണമാണ്. ഇത് ഡബിളാണ്, ഇത്ര നീളം ഉണ്ടാവും. ഡബിളാക്കി മടക്കിയിട്ട്. അപ്പം ഇതിന് 100 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 100 രൂപ. ഇത് 100 എണ്ണം ഉള്ളതാണ്. ഇത് 50 രൂപ. 50 രൂപ. ഓക്കെ. ഇതിലോട്ടൊക്കെ എങ്ങനെയാ നമ്മളെ പ്രൈസ്? ഇത് ജയന്റ്. ഇതിപ്പോൾ 500 രൂപയുടെ കോമ്പ ലെവലിൽ വരുന്നതാണ്. എന്താ ഇതേ കണ്ടില്ല. ഇതിലിപ്പോൾ അയ്യൻ്റെ സാധനം ഉണ്ട് ഇവിടെ. എന്താ അയ്യൻ്റെ എന്താ ജയന്റ് ഉണ്ട്. എന്നിട്ട് അറിയാം അയ്യൻ്റെ ജയന്റിനൊക്കെ ഭയങ്കര മാർക്കറ്റാണ്. അതുപോലെ എന്താ പറയുക, നല്ല ടൈറ്റ് വരും സാധനം. അതുപോലെ തന്നെ ഇത് ഡബിൾ പൊട്ട് എന്ന് പറയണേ, ഇതൊക്കെ അയ്യൻ്റെ ബ്രാൻഡിലുള്ള സാധനങ്ങളാണ്. ഡബിൾ പൊട്ടില്ലേ? അയ്യൻ ഒന്ന് താഴ്ന്ന് മേലെ ഒന്ന് പൊട്ടു. പിന്നെ ഇത് അതിൻ്റെ പോലെ തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. നല്ല സൗണ്ടുള്ള ഇതൊക്കെ അതിൻ്റെ ഇതായിൽ പെടുന്ന പൊട്ടുന്ന സാധനം. അവിടെ ഫുള്ള് ഒരുപാട് അതെ അതെ അതെ. ഇത് സരസ്വതി. സരസ്വതി. പിന്നെ ഇത് കുരുവിയുടെ വലുത്, കുരുവിയുടെ ചെറുതാണ്. ഇത് ഇവിടെ വേറെ ഉണ്ട് ഉണ്ടല്ലേ? ചെറിയ മോഡൽ, ചെറിയ ഐറ്റംസ്. ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഒരു പീസ് 15 രൂപ. ഒരു പീസ് 15 രൂപ. 10 കൊടുക്കാമല്ലോ. അത്യാവശ്യം വില കുറവ് കാര്യങ്ങളൊക്കെ അല്ലേ? നല്ല വിലക്കുറവുണ്ട്. വിലയൊന്നും കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ വിലയൊന്നും പ്രത്യേകിച്ചുള്ള വിലയൊന്നും ആയില്ല. ഒക്കെ പുതിയ ആ വില തന്നെയാണ്, കഴിഞ്ഞ അതേ വില തന്നെയാണ്. വില കുറവ് തന്നെയാണ്. നമ്മൾ വില കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുക. പിന്നെ ഇത് ഷോർട്സിലേക്ക് വന്നാൽ ഇവിടെ കുറേ ഷോർട്സ്, കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെ ഒരുപാട് ഷോർട്സ് ഉണ്ട്. ഇതൊക്കെ 12 സ്റ്റാർ എന്ന് പറയുന്ന കുറേ ഐറ്റംസുകളുണ്ട്. 12 സ്റ്റാർ അല്ലേ? 12 എണ്ണം മേലെ പോയി കൊടുക്കും. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതിനൊക്കെ 260 രൂപയല്ല. 260 രൂപ. പിന്നെ 60. പിന്നെ ഇത് സിംഗിൾ ഷോട്ടാണ്. സിംഗിൾ ഷോട്ട് 350 റുപ്യ റേഞ്ചിലുള്ള 4 ഇഞ്ച് ബൈക്കാണ്. ഇതാട്ടോ നമ്മൾ നേരത്തെ കണ്ടല്ലേ? എത്ര പറഞ്ഞതിന്? ഇതിന് 600 റുപ്യാണ് നമ്മൾ കൊടുക്കുന്ന പൈസ. 600 രൂപ. എത്ര ഷോട്ടാണ്? ഇത് 30 ഷോട്ടിന് കേട്ടോ. നല്ല സാധനമാണ്. പിന്നെ ഇത് ചിക്ക് പൊട്ട് എന്ന് പറയുന്ന ഐറ്റംസ് കേട്ടോ. പൊട്ട് ചിരിപ്പൊട്ട്. അത് ഇങ്ങനെ ഉണ്ടാവും സാധനം. നമ്മളെ ചറവറയാണ്. ഇതാണ് എൻ്റെ വലിപ്പമുള്ളത്. ഇതാണ്. ഇതെങ്ങനെയാ ചോദിക്കുന്ന റേറ്റ്? അത് 50 രൂപയുടെ. 50 രൂപ. ഓക്കെ. ഇതാട്ടോ സാധനം വരുന്നത്. 50 രൂപ റേഞ്ചിലുള്ള സാധനം. ഇതെന്താ വരുന്നത്? അപ്പോൾ നെൽച്ചക്രം തന്നെ? അത് നെൽച്ചക്രത്തിലാണ്. നെൽച്ചക്രത്തിൽ ഗ്രൗണ്ട് ചക്ര അറിയുന്ന ഐറ്റംസ് ആണ്. അയ്യൻ്റെ അല്ലേ? ഇത് അയ്യൻ്റെ ആണ്. അതിൻ്റെ സാധനം കേട്ടോ. ഇത് കാണിച്ചത് ഇത് അങ്ങനെ ഉണ്ടാവും. ഉണ്ടല്ലേ? നല്ല സ്റ്റൈല്, അത്യാവശ്യം ബില്ല് ക്വാളിറ്റിയിലോട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതെങ്ങനെയാണ് പ്രൈസ്? 260, 250. പക്ഷേ ഇപ്പോൾ ഫ്ലവറിൽ കുറേ സാധനമുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ്. ഇതൊക്കെ പുതിയ ഷവറുമായിട്ടുള്ള സാധനം. പുതിയ മോഡലാണ്. ഷവറാണ്. എന്നുവെച്ചാൽ ഇത് ഒരു വെറൈറ്റി ആയിട്ട് പോകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ 130 രൂപ വില. 130 രൂപ. എത്ര പീസ് ഉണ്ടാവും? ഇതിൽ 5 പീസ് ഉണ്ടാവും. 5 പീസ് കേട്ടോ. നല്ല സാധനമാണ്. പിന്നെ ഇത് കമ്പിച്ചക്ര എന്ന് പറയും. കമ്പിച്ചക്ര കൃഷ്ണ അയ്യൻസിന്റെ സാധനമാണ്. കമ്പിയിൽ ചിരിയുടെ ടൈപ്പ് സാധനം. അതൊക്കെ ബോക്സിന് 160, 150 രൂപ. അത്യാവശ്യം നല്ല സമയമാണ്. നല്ലതാണ്. പിന്നെ മേശപ്പൂല് കളർക്കൂട്ടി പ്രധാനമായിട്ടാണ് അയ്യൻ്റെ സാധനം. കളർക്കൂട്ടി അയ്യൻസിന്റെ അത് ഒരു 600 രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 10 പീസ് ഉണ്ടാവുക. 10 പീസ് ഫ്ലവർ ഏകദേശം ഈ നല്ല ഈ വലിപ്പമുള്ള ഫ്ലവറാണ്. വലിപ്പമുള്ള ഫ്ലവർ തന്നെയാണ്. അതന്നെ. പിന്നെ ഇവിടേക്ക് ഒരു വ്യത്യസ്തമായ ഒരു ബോക്സ് ഞാൻ കാണുന്നത്. എന്താ സംഭവം? ഇതാണ്. ഇതൊക്കെ ചക്രത്തിൽ ഗ്രൗണ്ട് ചക്രം പെട്ടതാണ്. ഇത് ഈ പ്രാവശ്യം വന്ന പുതിയ മോഡലാ? അല്ല, പുതിയ മോഡലൊന്നുമല്ല. ഇതൊക്കെ എല്ലാ പ്രാവശ്യം ഉള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളെ പുതിയ ഇത് നമ്മൾ എടുത്ത സാധനമാണ്. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായമുള്ള സാധനങ്ങളാണ്. സാധനം ഇതെങ്ങനെയാ ഒരു പീസിനൊക്കെ? ഒരു പീസിനൊക്കെ 80 രൂപ വരുന്നത്, 70 രൂപ, 50 രൂപ വരുന്നത്. ഇത് അതുപോലെ തന്നെ അയ്യൻ്റെ മറ്റൊരു സാധനമാണ്. ഇത് ഫ്ലവർ പോട്ട്. മേശാപ്പ് ഫ്ലവർ പോട്ട് ഡീലക്സ് എന്ന് പറയും. അല്ല, ഇതിൽ 5 പീസ് ഉണ്ടാവും. 5 പീസ് കാണിച്ചു തരാം.
അതെത്ര പറഞ്ഞു നമ്മളെ റേറ്റ്? ഇത് 400 രൂപ വരുന്നു ഇവിടെ. 400 രൂപ. കയ്യിൻ്റെ തന്നെ ആകുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇത് ഇതേമാതിരി തന്നെയുള്ള സാധനം. ഇത് അയ്യൻസിൻ്റെയാണ്. ഇത് അയ്യൻസിൻ്റെയാണ്. അയ്യൻസിൻ്റെ എന്ന് പറയുമ്പോൾ അത്ര തന്നെ വലിപ്പമുള്ള അത്ര നേരത്തെ കാണിച്ച സാധനത്തിന് അതേ വലുപ്പത്തിലുള്ള 2 എണ്ണം ഉണ്ടാവുക ഇതിൽ. ഓക്കെ ഓക്കെ. ഈ വലുപ്പത്തിലുള്ള സാധനം ഈ ബോക്സ് ഇത് എത്ര വരുന്നപ്പോൾ? ഇതിന് 150 രൂപ വരെ. 150 രൂപ അയ്യൻസിൻ്റെ സാധനം. പിന്നെ അതിൽ ചെറിയ ചെറിയ ഐറ്റംസ് ആയിട്ട് കുറച്ച് ചെറിയ ബിഗ് ഫ്ലവർ പോട്ട് ബിഗ് ഇതൊക്കെ 100 രൂപ റേഞ്ചിൽ വരുന്നതാണ്. 100 രൂപ അല്ലേ? പിന്നെ ഇത് 50 രൂപ. ഇതിൻ്റെ ചെറുത് സ്മാൾ എന്ന് പറയും. അതിൻ്റെ തൊട്ട ചെറിയ ചെറുത്. ഇത് എത്ര കാരണം അപ്പോൾ? അതിന് 50 രൂപ. 50 രൂപ പാക്കറ്റ് 50 രൂപ. പിന്നെ അതുപോലെ തന്നെ ഇനി ഈ മേശപ്പൂവ് തന്നെ കുറേ ഐറ്റംസുകൾ വെറൈറ്റി ഐറ്റംസ്. അത് ഇത് അയ്യൻ്റെ ഒരു സാധനമാണ്. ഇത് മേശപ്പൂവാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ താഴത്തേക്ക് വീണത് ചക്രമായിട്ട് മാറും. എന്ന് വെച്ചാൽ ഇതുപോലെ ചക്രമായിട്ട് മാറും. വെറൈറ്റി. ഇതൊക്കെ ഇത് 2 പീസാണ് ഉണ്ടാവുക. ഇതൊക്കെ 160 രൂപ ആ റേഞ്ചിലുള്ളൂ. ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചക്രങ്ങളിൽ അറിയുകയാണെങ്കിൽ ഇതൊക്കെ വനിത എന്ന ബ്രാൻഡിൻ്റെ സാധനമാണ്. അവരുടെ കുറേ സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വനിത ബ്രാൻഡ് ഉണ്ട്, കാളീശ്വരി ഉണ്ട്, അയ്യൻസിൻ്റെ ഉണ്ട്, പിന്നെ കാളീസ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഉണ്ട്. പിന്നെ ഒട്ടനവധി ചെറിയ ചെറിയ ബ്രാൻഡഡ് ആയിട്ടുള്ള മറ്റു കമ്പനീൻ്റെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവരിൽ തന്നെ വ്യത്യസ്തമായ കമ്പനിയുടെ സാധനങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾ വെറൈറ്റി ഉള്ള ഇത് വെറൈറ്റി സാധനങ്ങളുണ്ട്. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഈ കുറേ സാധനങ്ങൾ ഇന്നും നാളെ അത് 1 5000 എണ്ണം. 10,000 ആണ്. ഇത് ഇവിടെ ടോപ്പ് ഏതാ നിൽക്കുന്നത്? എത്ര ഇവിടെ ഇപ്പോൾ 10,000 വരെയപ്പോൾ ഉള്ളത്. 10,000 ഇനി കുറേയും കൂടി ബ്രാൻഡഡ് ഇന്നും നാളെ ആയിട്ട് ഇവിടെ കയറും. എന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിനും വിഷുവിനും വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കുറേ ഇവിടെ ഗോഡൗണിലുണ്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള. അപ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ വന്നുകൊണ്ട് അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതാണ് പറഞ്ഞത്. എത്രത്തോളമാണ് നമ്മുടെ ഷോപ്പിൽ ഇന്ന് വെച്ചത് ഇന്ന് വെച്ച സാധനത്തിൽ ഷോപ്പ് വരുന്നത് എവിടെയാണ്? നമ്മുടെ ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം രാമനാട്ടുകരയാണ്. രാമനാട്ട് പെരുമുഖ റോഡിലേക്ക് തിരിയുന്നോടത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാമനാട്ടുകരയാണ് നമ്മളെ ഷോപ്പ് നിൽക്കുന്നത്. പക്ഷേ പെരുമുഖ റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ രാമനാട്ടിൽ നിന്ന് പെരുമുഖ റോഡിലേക്ക് പോകുന്ന സ്റ്റാർട്ടിങ്. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്പർ എങ്ങനെയാണ് പറയുന്നത്? നമ്പർ 77 36 27 87 79. അത് ഞാൻ ഏത് സമയത്തും കൂടെ ഉണ്ടാവും. എന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ. രാവിലെ 10:30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:30 മുതൽ ഇവിടെ ഡെയിലി തുറക്കുന്ന ഷോപ്പ് തന്നെയാണ്. സീസൺ ആകും പ്രശ്നമൊന്നും ഡെയിലി തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 7:30 വരെ ഡെയിലി തുറക്കിടുണ്ടാവും എന്തായാലും. പിന്നെ ഈ സീസൺ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അടയ്ക്കാറില്ല, ഫുൾ ടൈം ഉണ്ടാവും. ഒരു 10:30-11 വരെ എന്തായാലും കിട്ടും. അങ്ങനെയാണ്. അത്യാവശ്യം കുറേ സംഭവം ഞാൻ കാണിച്ചെന്ന് വിചാരിക്കുന്നു. പുതിയ മോഡലുകളും കുറേ ഈ സ്റ്റോക്ക് കയറാണ്ട് ഞാൻ പറയുന്നത്. അത്ര നേരം ഗീശയുടെ താങ്ക് യു. നല്ലൊരു വീഡിയോ തന്നെയായിരുന്നു. ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിപ്പ് ബൈ.